മഹാന്മാരായ തസവ്വുഫിന്റെ പണ്ഡിതന്മാർ കിതാബിൽ എഴുതി വെച്ചതിലാണ് 3 കാര്യങ്ങൾ, 3 വിഷയങ്ങൾ അള്ളാഹ്ക്ക് വളരെ വെറുപ്പുള്ള കാര്യങ്ങളാണ്. 3 വിഷയങ്ങൾ അള്ളാഹ്ക്ക് വലിയ വെറുപ്പുള്ള വിഷയമാണ്. ആ 3 വിഷയങ്ങളിൽ നിന്ന് ഓരോരുത്തരും അകന്ന് നിൽക്കാൻ വേണ്ടി പ്രത്യേകമായി ശ്രമിക്കണം എന്ന് എഴുതി വെച്ചതിനാണ്. ഏതാണ് 3 വിഷയം? ആദ്യമായി പറഞ്ഞു, അള്ളാഹ്ക്ക് ഭയങ്കര വെറുപ്പുള്ള വിഷയമാണ്. ഒന്നാമത്തെ വിഷയം തീര കാലയുമായി ബന്ധപ്പെട്ട് നടക്കുക എന്നാണ്. തീര കാലം നമ്മുടെ വിഷയമാണ്. ഇപ്പോ അനാവശ്യം തീരകാലം എന്ന് പറഞ്ഞാൽ ഉറപ്പില്ലാത്ത വിഷയങ്ങൾ പറയപ്പെട്ടു. അങ്ങനെ പറഞ്ഞു, ഓളങ്ങനെ പറഞ്ഞു. നമുക്ക് ഉറപ്പില്ലാത്ത വിഷയങ്ങൾ, നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്തത്, നമ്മുടെ ചെവി കൊണ്ട് കേൾക്കാത്തതായ വിഷയങ്ങളുമായി അതുമായി പറഞ്ഞു നടക്കുക എന്നത് അള്ളാഹ്ക്ക് ഭയങ്കര വെറുപ്പുള്ള വിഷയമാണ്. ഇന്നത്തെ ഈ സാഹചര്യം എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങനെ ഹീരകാലയാണ്. ഓൻ പറയുന്ന കേട്ട് അങ്ങനെ പറയപ്പെടുന്നുണ്ട് അല്ലെ? മനുഷ്യന്മാരിൽ നിന്നും അങ്ങനെയാണ്. ഇന്നത്തെ സോഷ്യൽ മീഡിയയും അങ്ങനെയാണ്. വാട്സപ്പ് ആണെങ്കിലും ട്വിറ്റർ ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഉറപ്പുള്ള ഒരു വിഷയവും നമുക്കിന്ന് കേൾക്കാനില്ല. ഉറപ്പുള്ള ഒരു വിഷയം കേൾക്കാനില്ല. എല്ലാം അങ്ങനെയാണ്. ഓൻ പറഞ്ഞു, അത് എന്റെ പറഞ്ഞു, ഞാൻ പിന്നടുത്തന്റെ പറഞ്ഞു. ആകെ നാടും മൊത്തം പാട്ടായി. പിന്നെ ഇന്നിപ്പോ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് നാട് മുഴുവനല്ല, ലോകം മുഴുവൻ അത് പാട്ടാക്കുന്ന കാലമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം അത് അള്ളാഹ്ക്ക് ഭയങ്കര വെറുപ്പുള്ളതാണ്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ മുമ്പന്തിയുള്ളവരാണ് സഹോദരിമാർ. പണ്ടൊരു വാദന ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മ പണ്ട് പറയുന്ന കുറച്ച് എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ വണ്ടിയിലൂടെ അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകും. ഇന്ന് വാദമുണ്ട്, അല്ലെങ്കിൽ അതുണ്ട്, ഇതുണ്ട്. അപ്പൊ നാട് മുഴുവനും അറിയും. പണ്ടൊരു വാദം കേൾക്കുന്നതാണ്. ഒരു വിഷയം നാട് മുഴുവനും അത് പറത്തണമെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു വിഷയം ചെയ്താൽ മതി. ആ വിഷയം ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ചെവിയിൽ പറഞ്ഞിട്ട് ആ പെണ്ണിനോട് പറഞ്ഞാൽ മതി, ആരോട് പറയണ്ട. പെണ്ണിനോട് പറയണം. വന്നിട്ട് പറഞ്ഞിട്ട് എന്താ പറയണം? നീ ആരോട് പറയുന്നത്? ഞങ്ങൾക്ക് നിനക്ക് മാത്രം, ഞാനും നീനും മാത്രം അറിഞ്ഞാൽ മതി. അത് പിന്നെ പറഞ്ഞു. ഓട് പിന്നത്തിന്റെ പറയുന്നത് ഞങ്ങൾക്ക് നിനക്ക് മാത്രം, ആരോട് പറഞ്ഞു? പിന്നെ ഓട് പാത്ത് ആയിഷനോട്, ആയിഷ ഫാത്തിനോട്, പാത്ത് മറിയമിനോട്, നാട് മുഴുവനും അത് പറഞ്ഞു. എന്റെ വിഷയം തീരകാലയാണ്. ഉറപ്പുള്ള ഒരു വിഷയമില്ല. അത് പറഞ്ഞു, ഇത് പറഞ്ഞു, ആട് കേട്ട് ഈട കേട്ട് അത് എഴുതി, അതിന് അത് പറഞ്ഞു, അതിന് ഭയങ്കരമായി പ്രത്യേകം ശ്രദ്ധിക്കാൻ മഹാന്മാർ പറഞ്ഞു. ഇത് അള്ളാഹ്ക്ക് വലിയ വെറുപ്പുള്ള വിഷയമാണ്. ഞാനറിയോ, അനാവശ്യങ്ങളുമായി നമ്മുടെ ശബ്ദങ്ങൾ ചെലവഴിക്കുന്ന ആ ഇനത്തിൽപ്പെട്ടതാണ്. പരിശുദ്ധ ഖുർആനാണ്. നിങ്ങൾ ഏതൊരു വിഷയം സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ നാവിൽ നിങ്ങൾ പുറപ്പെടുവിക്കുന്ന ഓരോ ശബ്ദങ്ങൾ അത് എഴുതി വെക്കാൻ റഖീബ് അതീദ് എന്ന 2 മലക്കുകളെ അല്ലാഹു തആല നിയമിച്ചിട്ടുണ്ട്. അവരെല്ലാം എഴുതി വെക്കും. ആ പറഞ്ഞ വാക്കിൽ എത്ര സത്യമുണ്ട്, അതിലെത്ര കള്ളത്തരങ്ങളുണ്ട്, അതിലെത്ര അനാവശ്യങ്ങളുണ്ട്, വേണ്ടതുണ്ട്, വേണ്ടാത്തതുണ്ട്, എല്ലാം അവർ എഴുതി വെക്കുന്നവരാണ്. അതുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ അവനിക്ക് ഉറപ്പുള്ള വിഷയങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ. അവനിക്ക് ഉറപ്പുള്ള വിഷയം ഉറപ്പാവണമെങ്കിൽ എന്താണ്? ഒന്നെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണണം, അല്ലെങ്കിൽ നമ്മുടെ ചെവി കൊണ്ട് കേൾക്കണം. ആ നടക്കുന്ന സംഭവം അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയോ
അല്ലെങ്കിൽ നമ്മുടെ ചെവി കൊണ്ട് കേൾക്കുകയോ ചെയ്താൽ മാത്രമാണ് ഉറപ്പ് എന്ന് പറയുന്നത്. അല്ലാത്ത പക്ഷം അത് ഉറപ്പല്ല. അതല്ലാത്ത നമുക്ക് കേട്ടതും നമ്മൾ മറ്റുള്ള ആളുകളിൽ നിന്ന് അറിഞ്ഞതുമായ വിഷയങ്ങൾ അതുമായി സംസാരിക്കുക എന്നത് അല്ലാഹുവിന്റെ കോപത്തിന് കാരണമാകുന്ന വലിയ ഒരു കുറ്റകൃത്യമായി മഹാന്മാരായ സൂഫിയാക്കൾ നമ്മെ പഠിപ്പിച്ചതാണ്. മാറണം. നമ്മുടെ നാവുകൊണ്ട് അള്ളാഹ്ക്ക് നന്ദിയായിട്ട് എത്രയോ ദിക്ർ ചെല്ലാനുണ്ട്, എത്രയോ ഖുർആൻ ഓതാനുണ്ട്, സ്വലാത്ത് ചെല്ലാനുണ്ട്. നല്ല വിഷയങ്ങൾക്ക്, ഉറപ്പുള്ള വിഷയങ്ങൾക്ക് നമ്മുടെ നാവ് നാം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, അതാണ് ഒരു മുഅ്മിനിന്റെ ഏറ്റവും നല്ല സ്വഭാവം. ഇനി രണ്ട് വിഷയങ്ങളുണ്ട്. അല്ലാഹു നമുക്ക് നല്ലത് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനും പടച്ചറബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിത കാലത്ത് ഞങ്ങൾ ചെറിയ ചെറിയ നന്മകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. റബ്ബേ, ദിവസത്തിലെ 24 മണിക്കൂറിൽ ധാരാളമായി അനാവശ്യങ്ങളിൽ, തെറ്റായ പ്രവർത്തനങ്ങളിൽ, നീ പൊരുത്തപ്പെടാത്ത കാര്യങ്ങളിൽ നമ്മുടെ ചില സമയങ്ങൾ നാം ചെലവഴിക്കുമ്പോൾ നന്മക്ക് വേണ്ടി ഞങ്ങൾ ചെലവഴിച്ച ചെറിയ സമയം നിന്റെ ഫദ്ലുകൊണ്ട് ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണേ അല്ലാഹ്. സ്വീകരിച്ചാൽ ഞങ്ങൾ വലിയ ഭാഗ്യവാന്മാരായി തീരും പടച്ചോനെ. എത്രയോ ചരിത്രങ്ങൾ ഞങ്ങൾ കേട്ടവരാണ്. ജീവിതത്തിന്റെ ചെറിയ ഒരു സമയം അല്ലാഹ് ചെറിയ ഒരു കാരുണ്യത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി നീക്കിവെച്ചതിന്റെ പേരിൽ സ്വർഗം കിട്ടിയ ആളുകൾ, ഈമാനോട് മരിച്ച ആളുകൾ, വലിയ ഭാഗ്യം ലഭിച്ച ആളുകൾ, അതുപോലെ ഞങ്ങളെയും നീ പെടുത്തണേ റഹ്മാനെ. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പെടുന്നവയുള്ള മരണങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളും സീവാത്തുകളും എല്ലാവിധ ഇടങ്ങേറുകളിൽ നിന്നിട്ട് റബ്ബേ ഞങ്ങളെയും നമ്മുടെ വീട്ടുകാർ, നാട്ടുകാർ, കുടുംബങ്ങൾ, അയൽവാസികൾ, ഞങ്ങളുമായി ബന്ധപ്പെടുന്നവർ, ഞങ്ങളുമായി വസിയത്തീരവർ, നമ്മുടെ പള്ളി, നമ്മുടെ മദ്രസ, വ്യക്തിപരമായി ഞങ്ങളെ പല രൂപത്തിൽ സഹായിച്ച ആളുകൾ, അവരുടെ കുടുംബങ്ങൾ എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. നീ സലാമത്താക്കണേ റബ്ബേ. ആഫിയത്തോടെ, ആരോഗ്യത്തോടെ, നിന്റെ പൊരുത്തത്തിലായി നമ്മുടെ ആയുസ്, പറയപ്പെട്ടവരുടെ ആയുസ് നീ നീട്ടിത്തന്നെ അല്ലാഹ്. അല്ലാഹ്, പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് പടച്ചോനെ. നിരന്തരം പള്ളിയുടെ ജമാഅത്തിലും പള്ളിയിലും പങ്കെടുത്തിരുന്ന ആളുകളും പലരും രോഗം കാരണമായി അല്ലാഹ് പനി പിടിച്ച്, ചുമ പിടിച്ച് ബേജാറായി കഴിയുന്ന ആളുകളാണ്. ശിഫ നൽകണേ റബ്ബേ. ശാരീരികമായി നല്ല ആഫിയത്ത് അല്ലാഹ് ഓരോരുത്തർക്കും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ ഖബർ നീ സ്വർഗമാക്കുക. പ്രത്യേകമായ മഗ്ഫിറത്ത് കൊണ്ട്, മർഹമത്ത് കൊണ്ട് അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, نعم المولى ونعم النصير. صلى الله على محمد صلى الله عليه